ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് ഓണം അടുത്തു വരുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കായി വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. എന്നാൽ അതിനു മുന്നെയായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ മാസം 24 വരെയാണ് മാസ്റ്ററിംഗ് ചെയ്യുന്നതിനായിട്ടുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ മാസ്റ്ററിംഗ് 24-ാം തീയതിക്ക് മുന്നേ തന്നെ എല്ലാവരും കൃത്യമായി ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഓണക്കാലത്തെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. ഒരു മാസത്തെ തുക 1600 രൂപ വീതം നൽകുന്നത് പോലെയല്ല ഓണക്കാലത്തെ പെൻഷൻ വിതരണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാവുമ്പോൾ 4800 രൂപയായിരിക്കും ഓരോരുത്തർക്കും ലഭിക്കുക. ഈ മാസത്തിന്റെ അവസാനത്തിൽ 3200 രൂപയും, അതായത് 2 മാസത്തെ തുകയായിരിക്കും ലഭിക്കുന്നത്. അടുത്ത മാസം ആദ്യത്തോടെ 1600 രൂപയും അക്കൗണ്ടുകളിൽ എത്തുന്നതായിരിക്കും. ഇങ്ങനെ 4800ഓളം രൂപയാണ് ലഭിക്കുക. എന്നാൽ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്തവർ അവരുടെ മാസ്റ്ററിംഗ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. സേവനയുടെ വെബ്സൈറ്റിൽ എല്ലാവർക്കും ഇത് പരിശോധിക്കാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ അപ്ഡേറ്റ് ആവാത്തവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരും. ആയതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും കൃത്യസമയത്ത് പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്തുന്നതിനായും തന്നെ മാസ്റ്ററിംഗ് അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ആധാർ നമ്പർ ഉപയോഗിച്ചാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്. മാസ്റ്ററിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നത് മാത്രമാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാർ അനുവദിച്ച ഓരോ ആനുകൂല്യങ്ങളും മുടങ്ങിപ്പോവാതിരിക്കാനാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇ-കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക.